സ്നേഹമുള്ളവരെ, അനുദിന ജീവിതത്തിൽ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് പണവും സമ്പത്തും. വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ രണ്ട് വാക്കുകൾ തമ്മിലുണ്ട് എങ്കിൽ പോലും എന്താണ് പണം? പണം എന്നുള്ളത് വിനിമയത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് പൊതുവെ പറയുന്നത്. മറ്റൊരു നിർവചനം പണമെന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ സേവനങ്ങളുടെയും വസ്തുക്കളുടെയും മൂല്യമളക്കാനുള്ള ഒരു മാനദണ്ഡമാണ് പണം. പണത്തിൻ്റെ അളവിലാണല്ലോ നമ്മൾ സേവനങ്ങളെയും വസ്തുക്കളെയും വിലയിരുത്തുന്നത്. പണത്തിൻ്റെ ഒരു പ്രത്യേകത, പണം ഒരിടത്ത് തന്നെ നിൽക്കുന്നതല്ല, കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതാണ് എന്നുള്ളതാണ്. ഒരാളുടെ അടുക്കൽ നിന്ന് ഒഴുകി മറ്റൊരാളുടെ അടുക്കലേക്ക് ചെല്ലുന്നത് കൊണ്ടാകണം അതിന് കറൻസി എന്നുള്ള വാക്ക് കിട്ടിയത്. നമ്മുടെ നാട്ടിൽ പണത്തിനൊരിക്കൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ചക്രം എന്നുള്ളതായിരുന്നു. ചക്രം എന്ന് പറഞ്ഞാൽ ഇന്നൊരാളുടെ അടുക്കലാണെങ്കിൽ നാളെ അത് കറങ്ങിത്തിരിഞ്ഞ് മറ്റൊരാളുടെ അടുക്കൽ നാളെ എത്തിച്ചേരും. അതായത് സ്ഥിരമായിട്ട് പണം ഒരാളുടെ കയ്യിൽ നിലകൊള്ളണമെന്ന് നിർബന്ധമില്ല. സമ്പത്തെന്ന് പറഞ്ഞാൽ അതല്ല. ഒരാൾ അയാളുടെ പണവും അയാളുടെ ഊർജവുമൊക്കെ ചെലവഴിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് വേണമെങ്കിൽ നമുക്ക് സമ്പത്തെന്ന് പറയാം. അങ്ങനെ ആകുമ്പോൾ സമ്പത്ത് ഒരാൾക്കുള്ളത് എന്നതിനേക്കാളും ഒരാളുടെ വ്യക്തി സ്വഭാവ വിശേഷവുമായിട്ട് കൂടെ ചിലപ്പോഴും മാറാറുണ്ട്. രണ്ട് തരത്തിലുള്ള സമ്പത്തുകളെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുണ്ട്. ഒന്നാമത്തെ സമ്പത്തെന്ന് പറയുന്നത് നമുക്ക് ഉള്ള സമ്പത്ത്. രണ്ടാമത്തെ സമ്പത്ത് നമ്മൾ ആയിരിക്കുന്ന സമ്പത്ത്. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്തെന്ന് പറയുന്നത് അയാളുടെ അറിവാണ്. ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പത്ത് അയാളുടെ ദൈവാനുഭവമാണ്. ഒരു കച്ചവടക്കാരൻ്റെ സമ്പത്ത് അയാളുടെ പണമാണ്. കൃഷിക്കാരൻ്റെ സമ്പത്ത് അയാളുടെ വിഭവങ്ങളാണ്. ഇത് സമ്പത്തായിരിക്കുന്നപ്പോൾ തന്നെ ഇത് അയാളിൽ വയ്ക്കുന്ന അയാൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ മാറ്റവും കൂടെ സമ്പത്താണ്. അതായത് ഒരു വിദ്യാർത്ഥി കുറേ അറിവ് നേടുമ്പോൾ കിട്ടിയ അറിവ് പോലെ തന്നെ ഈ അറിവ് ഈ വിദ്യാർത്ഥിയെ മാറ്റുന്നുണ്ട്. ഈ മാറ്റുന്നതും കൂടെ കൂടിയിട്ടാണ് അതൊരു സമ്പത്തായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം ഒരു സന്യാസിയിൽ വരുത്തുന്ന ചൈതന്യത്തിലുള്ള വ്യത്യാസവും കൂടെ അയാളുടെ സമ്പത്തായിട്ട് മാറും. അതായത് സമ്പത്തെന്ന് പറഞ്ഞാൽ പണത്തേക്കാൾ ഉപരിയായി അത് വ്യക്തിത്വത്തിൽ കൊടുക്കുന്ന ഒരു സ്വാധീനവും കൂടെ സമ്പത്തിൻ്റെ പരിധിയിൽ വരും. ഇനി മറ്റൊരു തരത്തിലുള്ള സമ്പത്തെന്ന് പറയുന്നത് നിലനിൽക്കുന്ന സമ്പത്തും നിലനിൽക്കാത്ത സമ്പത്തുമാണ്. നമുക്കുള്ള ചില സമ്പത്തുകൾ നിലനിൽക്കാത്തതാണ്. ഉദാഹരണത്തിന് പണസമ്പത്താണ്, പക്ഷേ അത് നിലനിൽക്കുന്നതല്ല. പരമാവധി നമ്മുടെ കല്ലറയെങ്കിൽ വരെ മാത്രമേ പണമാകുന്ന സമ്പത്തിനെത്താൻ പറ്റൂ. നമ്മുടെ ATM കാർഡ് എവിടെ വരെ കൊണ്ടുപോകാൻ പറ്റും? നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് സ്വർഗത്തിലേക്ക് മരണത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തു തന്നെയുണ്ട് എങ്കിലും അത് കല്ലറയിൽ അവസാനിക്കും. അങ്ങനത്തെ ഒരു സമ്പത്തുണ്ട്. ഇനി അതല്ല, അവസാനിക്കാത്തതായിട്ടുള്ള ഒരു സമ്പത്ത്, കല്ലറയുടെ അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഒരു സമ്പത്ത്. ആ സമ്പത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നത്, നിങ്ങളുടെ സമ്പത്ത് പുഴുവും കീടങ്ങളും നശിപ്പിക്കാത്തതാകട്ടെ. നിങ്ങളുടെ സമ്പത്ത് ഇരുമ്പ് പോലെയുള്ള തുരുമ്പ് നശിപ്പിക്കാത്തതാകട്ടെ. കീടങ്ങൾ നശിപ്പിക്കുന്ന സമ്പത്ത്, മറ്റുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സമ്പത്ത്, തുരുമ്പെടുത്ത് നശിച്ചു പോകുന്ന സമ്പത്ത്, ഇങ്ങനത്തതൊന്നുമല്ലാത്ത സമ്പത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കേണ്ടത്. സുവിശേഷത്തിൽ യേശു ഒരിക്കൽ ഭോഷനായ ഒരു ധനികൻ്റെ ഉപമ പറയുന്നുണ്ട്. ഇയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ ആ സമ്പത്ത് മുഴുവനും ഇവിടം കൊണ്ട് അവസാനിക്കുന്ന സമ്പത്തായിരുന്നു. ഈ സമ്പത്തിൻ്റെ ചക്കുകെട്ടുകളുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഇയാൾക്ക് തോന്നി അയാൾ രാജാവാണ്, മരണത്തിൻ്റെ മുകളിൽ പോലെ അയാൾക്ക് അധികാരമുണ്ട് എന്നുള്ളൊരു ചിന്ത. അയാൾ പറയും, അല്ലേ ആത്മാവെ തിന്നുപടിച്ച് ആഹ്ലാദിക്കുക, എത്രയോ തലമുറകൾക്ക് വേണ്ടത് നിനക്ക് വേണ്ടി സ്വരുക്കൂട്ടപ്പെട്ടിരിക്കുന്നു. ദൈവം പറയും, ഇന്ന് രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെടുമ്പോൾ ഇതൊക്കെ ആരുടേതായിട്ട് തീരും. അതായത് ഈ ലോകം കൊണ്ട് മാത്രം അവസാനിക്കുന്ന സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുന്നവർ ചിലപ്പോഴൊക്കെ ഭോഷന്മാരാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ മക്കൾ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നത് മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് വിഭജിച്ച് കൊടുക്കുന്നതിൽ വന്ന ചില പാകപ്പിഴകൾ കൊണ്ടാണ്.
ചിലർ അത് വിഭജിച്ച് കൊടുക്കാതിരിക്കുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതായത് ചിലപ്പോഴെങ്കിലും സമാധാനം കെടുത്തുന്നതായിട്ടും തുടർന്നുള്ള തലമുറയെ നശിപ്പിക്കുന്നതായിട്ട് സമ്പത്ത് മാറും. എന്നാൽ ഈ സമ്പത്തിൻ്റെ ഒപ്പം തന്നെ അവർ മാതാപിതാക്കളെ കുട്ടികൾക്ക് ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ അറിവ് കൂടെ, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മൂല്യബോധവും കൂടെ, വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുകൂടെ, വിശ്വാസത്തിൻ്റെ ഒരു തണലുകൂടെ പകർന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ സമ്പത്ത് അവർക്ക് സമാധാനത്തിന് കാരണമായിട്ട് മാറുമായിരുന്നു. അതായത് സ്വാർത്ഥത നിറഞ്ഞ സമ്പത്ത്, സ്നേഹമില്ലാത്ത സമ്പത്ത്, ഇതൊക്കെയും പലപ്പോഴും ദോഷമായിട്ട് മാറുന്നത് കൊണ്ടാണ് ഈ മനുഷ്യൻ ധനികനായിരുന്നെങ്കിലും ഭോഷനായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഈശോ പറയും, നിങ്ങളുടെ സമ്പത്ത് മറ്റൊരു തരത്തിലായിരിക്കണം. നിങ്ങൾ എവിടെ നിന്ന് ചെല്ലുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് 5 തരത്തിലുള്ള നാണയങ്ങളാണ്. 6 തരത്തിലുള്ള നാണയങ്ങൾ: വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത്, പരദേശിയെ വീട്ടിൽ സ്വീകരിക്കുന്നത്, രോഗിയെ കാണുന്നത്. ഇങ്ങനെ 6 തരത്തിലുള്ള നാണയങ്ങളുമായിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിച്ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ സമ്പത്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ സമ്പത്ത് നിലനിൽക്കുന്നതായിരിക്കണം, നശിച്ചു പോകാത്തതായിരിക്കണം. ഈ സമ്പത്തിന് എല്ലാ കാലത്തും മൂല്യമുള്ളതുമായിരിക്കണം. ഒരു നല്ല മനുഷ്യൻ, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്ന 6 നാണയങ്ങൾ കയ്യിലുള്ളവന്: വിശക്കുന്നവർക്ക് ഭക്ഷണവും, ദാഹിക്കുന്നവർക്ക് വെള്ളവും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും, പരദേശിക്ക് വീട്ടിൽ കൊടുക്കുന്ന സ്വീകരണവും, തടവറയിലുള്ളവരെ ചെന്ന് കാണുന്നതും, രോഗികളെ ശുശ്രൂഷിക്കുന്നതുമായിട്ടുള്ള ഈ 6 നാണയങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിലുള്ള നിക്ഷേപം വലുതായിരിക്കും. അത്രയും സ്വർഗത്തിലുള്ള നിക്ഷേപം മാത്രമല്ല പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള നാണയങ്ങൾ ഇവിടെ സമ്പാദിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ കിട്ടുന്നതായിട്ടുള്ള ഒരു നിക്ഷേപവും കൂടെയുണ്ട്. വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ ഒരു നേരം ഭക്ഷണം തന്ന ഒരു മനുഷ്യനെ അയാളുടെ ജീവിതകാലം ആരും മറക്കില്ല. നല്ലൊരു അധ്യാപകൻ്റെ പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കുന്നത് മാത്രമല്ലാതെ ജീവിത മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും തകർന്നിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു കൈത്താങ് കൊടുക്കുകയും ചെയ്യുന്ന ആ വിദ്യാർത്ഥി അധ്യാപകനെ മറക്കില്ല. ശമ്പളം മേടിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന ജോലിയല്ല അത്. അയാളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ചെയ്യുന്ന, അയാളുടെ സ്ഥാനത്തിൽ നിന്ന് ചെയ്യുന്ന ജോലിയാണത്. ഇങ്ങനെ ഭൂമിയിൽ നന്മ ചെയ്തവർ, ആ നന്മയുടെ ഫലം അനുഭവിക്കുന്നവർ അവരുടെ ജീവിതകാലം മുഴുവനും അവരെ ഓർത്തിരിക്കും. ഇന്ന് നമുക്ക് ഈ ലോകത്തിലുള്ള ഈ തലമുറയുടെ നന്മകൾ മുഴുവനും ഈ തലമുറ ഉണ്ടാക്കിയതാണ് അല്ല. ഇവിടെയുണ്ടായ ആത്മീയ വിചാരകന്മാരും ഇവിടെ ഉണ്ടായിരുന്ന അവതാര പുരുഷന്മാരും അതിലുപരിയായിട്ട് മാതാപിതാക്കളും ഒക്കെ പകർന്നു തന്ന നന്മകളല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്മ പടർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ക്രിസ്തു എന്നുള്ളൊരു മനുഷ്യനല്ലേ, ക്രിസ്തു എന്നുള്ള ദൈവ മനുഷ്യനല്ലേ. യേശു പകർന്നു കൊടുത്ത നന്മയുടെയും കരുണയുടെയും പാഠങ്ങളല്ലേ ഇന്നും ഈ 2000 വർഷങ്ങൾ കഴിയുമ്പോഴും ലോകത്തെ ഭരിക്കുന്നത്. അതുപോലെ ചില മനുഷ്യരുണ്ട്, നന്മകളുടെ പ്രസരികളായിട്ട് മാറുന്ന ചില നല്ല മനുഷ്യർ. അങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാലും അവർ ഈ ലോകത്തിൽ വലിയൊരു സമ്പത്ത് അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. പ്രിയമുള്ളവർ, നമുക്കതുകൊണ്ട് തന്നെ സമ്പത്ത് കരുതി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഒന്ന്, കൊടുക്കുന്തോറും തീർന്നു പോകുന്ന സമ്പത്ത് ആയിരിക്കരുത്. കൊടുക്കുന്തോറും വളർന്നു വരുന്ന സമ്പത്ത്, വിദ്യ പോലെയുള്ള സമ്പത്ത്, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ പോലെയുള്ള സമ്പത്ത്, ആശ്വസിപ്പിക്കൽ പോലെയുള്ള, ഏകാന്തതയിൽ മനുഷ്യർക്ക് കൂട്ടിരിക്കുന്നത് പോലെയുള്ള സമ്പത്ത്, അത് കൂടുതൽ വളർന്നു വരുന്ന സമ്പത്താണത്. അതേപോലെ ഈ ലോകം കൊണ്ട് തീരുന്ന സമ്പത്തല്ലാതെ വരാനിരിക്കുന്ന ലോകത്തിലേക്ക് ഇവിടെ ഉപകാരപ്പെടുന്ന സമ്പത്ത്, ഇങ്ങനെയുള്ള സമ്പത്തായിരിക്കട്ടെ, ഇത് നേടിയെടുക്കാനായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ പരിശ്രമങ്ങൾ മുഴുവനും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ.
www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.